ഫ്രണ്ട്സ് വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസ് എക്സാം നെക്സ്റ്റ് സാറ്റർഡേ ആണ് നടക്കാൻ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ആക്ച്വലി ഞാൻ നേരത്തെ ഉണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ പനിയും തലവേദനയൊക്കെ കാരണമാണ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോഴും സെറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് മുമ്പ് ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇപ്പോൾ 10th പ്രിലിംസ് എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജസ് എഴുതുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ എന്തെങ്കിലും തരത്തിൽ മിസ് ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളെങ്കിൽ അത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നു, നിങ്ങളിതൊന്ന് നോക്കണം എന്നുള്ള രീതിയിൽ ഓൾ ടുഗദർ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്കതിന്റെ നോട്ട് പോലും അങ്ങനെ ഒന്നും സെപ്പറേറ്റ് അതായത് പോയിന്റ് ഔട്ട് ചെയ്ത് സെറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫിസിക്കലി ഞാൻ വീക്കായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ ഒരു എക്സാമിന്റെ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കുറേയധികം കാര്യങ്ങൾ നോക്കിയിട്ടില്ലല്ലോ, അതൊക്കെ നോക്കാൻ പോകണ്ടേ എന്നുള്ള രീതിയിൽ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ തേടി പിടിച്ച് നോക്കാൻ ശ്രമിക്കും. പക്ഷെ അത് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ ഇങ്ങനെ ഇതുവരെ കേൾക്കാത്തതോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തതോ കാര്യങ്ങൾ കൂടുതൽ ഇപ്പോൾ എക്സെപ്റ്റ് കറണ്ട് അഫയേഴ്സ് കുറച്ച് കൂടുതൽ നിങ്ങൾ ഓരോ മാറ്ററിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുതല്ലോ. അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് SCRT നോക്കിയിട്ടുണ്ടെങ്കിൽ, PYQ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, CA വേണ്ടത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി പ്രിലിംസ് പാസ്സാകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ടെൻഷൻ ഒന്നും ആവശ്യമില്ല. കൂളായിട്ട് പോയി അറ്റൻഡ് ചെയ്യാം. ടെൻഷനാണ് നമ്മളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ വില്ലൻ. നമുക്കറിയാവുന്ന കാര്യങ്ങളും കൂടി നമ്മൾ തെറ്റിക്കും. നമുക്കറിയാം ഈ ഒരു എക്സാമിന് ആകെ 1.25 മണിക്കൂറുള്ളൂ. ഈ 1.25 മണിക്കൂർ നല്ലവണ്ണം നോക്കുക. മാത്സ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ആദ്യം മാത്സ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ മാത്സ് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആദ്യമേ മാത്സ് കയറി പിടിക്കരുത്. 20 ചോദ്യങ്ങളുണ്ട്. ബാക്കിയുള്ളത് ഓരോ ചോദ്യങ്ങൾ ഇതുപോലെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പുള്ളത് മാത്രം ആദ്യം ആൻസർ ചെയ്ത് പോവുക. ശേഷം എന്ത് ചെയ്യുക, വലിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കാം. ഒപ്പം ഒരു സെക്കൻഡ് റൗണ്ടും കൂടി ഈ പറയുന്ന നിങ്ങൾ ചെയ്യാത്ത മാർക്ക് ചെയ്യാത്ത ക്വസ്റ്റ്യൻസിലൂടെ പോകുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ആൻസർ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ഒരു ഫസ്റ്റ് ലുക്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ചോദ്യം വായിച്ചിട്ട് പെട്ടെന്ന് ക്ലിക്ക് ആവണമെന്നില്ല. അത് എക്സാമിന്റെ അത് ടൈം അതിന് മുമ്പ് തീർക്കേണ്ട അങ്ങനത്തെ കുറേ ചിന്തകൾ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് സാവധാനം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡിഗ്രി ലെവലിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ 10th പ്രിലിംസ് അത്രയേ ഉള്ളൂ. അപ്പോൾ പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ കട്ട് ഓഫ് കൂടുതലായിരിക്കില്ലേ, അതൊക്കെ എത്താൻ പറ്റണ്ടേ, അതിനെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ ബോധമുണ്ടാകും. കട്ട് ഓഫ് എന്ന് പറയുന്നത് എക്സാം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അതിനെക്കുറിച്ച് ഇപ്പോഴേ നിങ്ങൾ വറീഡ് ആവശ്യം എന്താ? ഓക്കെ, നമുക്കറിയില്ല ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണെന്നുള്ളത്. എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ നന്നായി ചെയ്തത് ഇവിടെ പെർഫോം ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഇത്രയും ദിവസം നോക്കിയ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ഓരോ ചോദ്യം കൈ കിട്ടുന്നത് വൃത്തിയായി വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, സാംസ്കാരിക മേഖല, സാഹിത്യ മേഖല, ഈ ഒരു ഇതിൽ കൂടുതലും ലേറ്റസ്റ്റ് ആയിട്ട് ലിറ്ററേച്ചർ അവാർഡ്സ് എന്തായാലും നോക്കിക്കോളൂ. പ്രിലിംസിന് നല്ല രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിഗ്രിയുടെ കേട്ടോ. അതുപോലെ കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്, ഫിഫ വേൾഡ് കപ്പ്. അപ്പോൾ അതിന്റെ വേദിയൊക്കെ പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ സമകാലീന സംഭവങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ കുറച്ചധികം കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന ഇലക്ഷൻ, പുതിയ മന്ത്രിമാർ, ഓരോ വകുപ്പ് മന്ത്രിമാരെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ നിങ്ങൾ. അതുപോലെ എത്രാമത്തെ മന്ത്രിസഭയാണ് ഇത് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ എന്നുള്ള അദ്ദേഹമാണെന്ന് അറിയണം. അപ്പോൾ അദ്ദേഹം എത്രാമത്തെ തവണയാണ് സ്പീക്കർ പദവിയിലെത്തുന്നത്, അങ്ങനത്തെ കുറച്ച് ഫാക്ട്സ് നിങ്ങൾ നല്ലോണം നോക്കണം കേട്ടോ. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ഒരു LGSന്റെ മെയിൻസ് പരീക്ഷ പോലത്തെ ഒരു എക്സാമിൽ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും അല്ലാതെ ഭയങ്കര അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ കൂടുതൽ കേട്ട് കൺഫ്യൂസ്ഡ് ആക്കണ്ട. ഓക്കെ, പിന്നെ നമ്മുടെ പരിസ്ഥിതി ദിനവും മറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. തീം എന്താണ്, ഹോസ്റ്റ് സിറ്റി ഏതാണ്, ഇതൊക്കെ ഞാൻ എൻ്റെ SCRT ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ SCRT പാഠഭാഗങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആണ്. അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ടും. അപ്പോൾ കറണ്ട് അഫയേഴ്സിനെ നിങ്ങൾ അങ്ങനത്തെ രീതിയിൽ സമീപിക്കുക. കാരണം 10 മാർക്സ് ആണ് അത്. കുറച്ചും കൂടി നമുക്ക് വെയിറ്റേജ് കൂടെ മെയിൻസിനായിരിക്കും അത്. ഇനി ജോഗ്രഫിയുടെ കേസിൽ നമുക്ക് ഈ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും അതിരുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളിൽ നിങ്ങൾ 9th സ്റ്റാൻഡേർഡിന്റെ ജോഗ്രഫി ടെക്സ്റ്റ് കംപ്ലീറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അത് പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ എക്സ്ട്രാ ഫാക്സും കൂടെ ചേർത്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഊർജ്ജ മേഖല, അതായത് നമ്മളുടെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് ഈ എനർജിയുടെ ഫീൽഡിൽ, അത് തെർമൽ ആയിക്കോട്ടെ, അതുപോലെ സോളാർ ആയിക്കോട്ടെ, വിൻഡ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. അതുപോലെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ളത്, താപവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെ സ്ഥലത്താണ്, പ്രധാന വ്യവസായങ്ങൾ ഓരോന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അതായത് നമ്മളുടെ ഇപ്പോൾ ഇന്ത്യ ഒരു ഇൻഡസ്ട്രിയൽ ഇതിൽ നോക്കുമ്പോൾ ഈ പറയുന്ന കരിമ്പ്, ചണം, കരിമ്പിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് പരുത്തി, ചണം, അങ്ങനെയുള്ള വ്യവസായങ്ങൾ, ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ചിട്ടുള്ള അറിവുകളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. മറ്റേത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം,
അതിർത്തികളിലും അതിരുകളിലും കൂടുതലും സാധ്യത ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമല്ലാത്ത രാജ്യം ഏത്? ഇതൊക്കെ ഫ്രീക്വന്റ് ക്വസ്റ്റൻ ആട്ടോ. അങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സാധ്യത. കാരണം ഒരു SCRT പാഠഭാഗത്തിൽ എക്സാക്ട് ആയിട്ട് ഇത് പറയുന്നുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, SCRT ടെക്സ്റ്റ് ആണ് ബേസിക്കലി ഇതൊക്കെ. ഇനി നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് പക്ക നമ്മുടെ ഈ പറയുന്ന ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൽ ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ബുക്സ്, അദ്ദേഹത്തെ സംബന്ധിച്ച് ഓരോരുത്തർ എഴുതിയിട്ടുള്ള ബുക്സ്, അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ അദ്ദേഹം കൊണ്ടുവന്ന പത്രങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള എല്ലാ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിക്കുക. അതായത് ബേസിക്കലി നമ്മളുടെ ആ ഒരു എന്താണ് പറയുക, മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റ് ഫേസ് കഴിഞ്ഞിട്ടാണ് ഗാന്ധിയൻ ഫേസ് വരുന്നത്. അതിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് നമ്മളുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആ ഒരു ഓർഡറിൽ അങ്ങോട്ട് നിങ്ങൾ ആ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ കൃത്യമായിട്ട് നോക്കാം. ഓരോന്നും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയില്ല, നോൺ കോപ്പറേഷൻ, സിവിൽ ഡിസോബീഡിയൻസ്, ചൗരി ചൗര. പിന്നെ ഇവിടെ കൂടുതൽ ടെക്സ്റ്റിൽ ഞാൻ കണ്ടൊരു കാര്യമാണ് SCRTയിൽ ഇന്ത്യൻ നാവിക കലാപമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഓൾ ഇന്ത്യ കിസാൻ സഭ, ഇത് കാരണം SCRTയിൽ കുറച്ച് സ്പെസിഫിക് ഇൻസിഡൻസ് അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം ഓർഗനൈസേഷൻസ് എന്നുള്ള രീതിയിൽ നമ്മുടെ സ്വയം പണ്ഡിത രമാബായി അങ്ങനെയുള്ളവരുടെയൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. കാരണം രാജാറാം മോഹൻ റായുടെ ഒക്കെ ഉണ്ട് അതിൽ, വ്യക്തമായിട്ട് നിങ്ങളത് നോക്കണം. കാരണം നമുക്ക് ടെക്സ്റ്റിൽ SCRT ബോക്സ് തന്നെ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇത് കൂടുതലും ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഒന്ന് റിവിഷൻ എന്നുള്ള രീതിയിൽ ഈ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോക്കാം. പിന്നെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്നത് 10th സ്റ്റാൻഡേർഡിൽ ഒരു സ്പെസിഫിക് ചാപ്റ്ററാണ്. ഓക്കെ, നമ്മളുടെ ഏതാണ് ഒരു ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ടൈറ്റിലെങ്കിലും ആ ടെക്സ്റ്റിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ അഭയാർത്ഥി പ്രവാഹം തൊട്ട് അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ബേസിക്കലി നമ്മൾ പഠിക്കാറുള്ളത് സ്റ്റേറ്റ് റീഓർഗനൈസേഷനും അതുപോലെ തന്നെ പിന്നെ എന്താണ് നമ്മളുടെ എഡ്യൂക്കേഷനുമായിട്ട് വന്നിട്ടുള്ള കമ്മീഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് SCRT എടുത്തിട്ടുണ്ട് കേട്ടോ. ഈവൻ നമ്മുടെ ടെക്സ്റ്റിൽ കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച്, പക്ഷെ നമുക്ക് ഈ കോത്താരി കമ്മീഷൻ അതൊക്കെ സ്പെസിഫിക് ആയിട്ട് പഠിക്കണം നിങ്ങൾ, റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. അതൊന്നും ടെക്സ്റ്റിലില്ല. അപ്പോൾ SCRTയിൽ ജോയിൻ ചെയ്തവർക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. ഇനി സ്റ്റിൽ നിങ്ങൾക്ക് ഈ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിനാണെങ്കിലും പ്ലസ് VFA എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ SCRTയുടെ കംപ്ലീറ്റ് കോഴ്സ് വിത്ത് ടെസ്റ്റ് സീരീസ്, കാരണം നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് പ്രാക്ടീസ് ക്വസ്റ്റൻസ് ആണ് ഇതൊക്കെ. ഇത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. കാരണം മെയിൻസ് അതിനനുസരിച്ചേ വരുള്ളൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ച് സെറ്റാക്കാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ. അത്രത്തോളം എന്താണ് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടാണ് ഞാനിത് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് കേട്ടോ, മാക്സിമം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾ കുറേ വാരി വലിച്ച് പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചിലൂടെ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത്. നിങ്ങൾ മൈൻഡിനെ വെറുതെ കൺജസ്റ്റഡ് ആക്കി കുറേ അധികം പഠിക്കേണ്ടതില്ല പല കാര്യങ്ങൾ. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ്, ഓരോ എക്സാമിനനുസരിച്ച് എന്താണോ എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങളൊരു ട്രാക്കിലോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ മനുഷ്യാവകാശം വിവരാവകാശം കമ്മീഷൻ ഇപ്പോഴത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കമ്മീഷണർമാർ എത്രയാണ്, അവരുടെ ക്വാളിഫിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ, സെലക്ഷൻ കമ്മിറ്റി, ഇതൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ ഈ ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം കൃത്യമായിട്ട് നോക്കിക്കൊള്ളൂട്ടത്, അത് ഓരോന്നിനും ഉണ്ട്. പിന്നെ നമ്മളുടെ അവകാശങ്ങളും കടമകളും. ഓക്കെ, ഇനി അതിൽ കൂടുതലും നമ്മളുടെ ഈ 14 മുതൽ 18 വരെയുള്ള ഫസ്റ്റ് റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ അതൊന്ന് സ്പെസിഫിക് ആയിട്ട് നോക്കി വെച്ചോളൂ കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ സാധ്യത കൂടുതലതാണ്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഒരു ഇതെന്ന് പറയുന്നത് 23, 24 ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, കാരണം ബാലവേല നിരോധിക്കുന്നതും അത് എപ്പോഴും അങ്ങനെ ഇങ്ങനെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അത് എപ്പോഴും ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്, അത്തരം കാര്യങ്ങളൊക്കെ ഇതിലും പ്രതീക്ഷിക്കാം. പിന്നെ കേരളത്തിന്റെ ജിയോഗ്രഫി ആസ്പെക്റ്റിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ബേസിക് കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും. ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഇതൊക്കെ ഇത് വീണ്ടും ചോദിക്കാട്ട് റിപ്പീറ്റ് ചെയ്ത്, കാരണം ആ എക്സാമിന് ഇന്ത്യയുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ലൊക്കേഷൻ നിങ്ങൾ പഠിച്ചോ, ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ. പിന്നെ ഇവിടെ കായലുകൾ ഒന്ന് സ്പെസിഫിക് ആയി നോക്കിക്കോളൂ കേട്ടോ. കായലുകൾ, പ്രധാനപ്പെട്ട കായലുകൾ നോക്കുക. അതേസമയം നിങ്ങൾ വെള്ളച്ചാട്ടവും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കാരണം കഴിഞ്ഞ എക്സാമിന് വെള്ളച്ചാട്ടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഒരു എക്സ്ട്രീം കോൺസെപ്റ്റ് ആണ് ഞാൻ പറയുകയാണെങ്കിൽ. കാരണം നമ്മൾ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വെള്ളച്ചാട്ടങ്ങളും അതിനനുസരിച്ച് ഓരോ ഡിസ്ട്രിക്റ്റിലുണ്ട്. സോ അത്രയും ബുദ്ധിമുട്ടിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് തലയ്ക്കകത്ത് കുത്തിക്കയറ്റണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ വേണ്ടത് കൂടുതൽ ശ്രദ്ധിക്കാം. പിന്നെ വൈദ്യുത പദ്ധതികൾ, അത് കൃത്യമായിട്ട് നിങ്ങൾ ജലവൈദ്യുത പദ്ധതി ഏതാണ്, താപവൈദ്യുത പദ്ധതി ഏതാണെന്ന് പഠിക്കണം. അതിൽ ജലവൈദ്യുത പദ്ധതികളിൽ ആദ്യം ഫസ്റ്റ് വന്നത് ഏതാണ്, ലാർജസ്റ്റ് ഏതാണ്, എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ള ഡിസ്ട്രിക്റ്റ് ഏതാണ്, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം ജലസേചന പദ്ധതി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഇതാണ്. അതിൻ്റെയും ഫസ്റ്റ് വന്നത് എവിടെയാണ്, ഏത് ഡിസ്ട്രിക്റ്റിലാണ്, ഏറ്റവും വലുത് ഏതാണ്, ഏത് ഡിസ്ട്രിക്റ്റിലാണ് കൂടുതൽ ജലസേചന പദ്ധതികളുള്ളത്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളുടെ എല്ലാം, അതായത് നമ്മുടെ ചിന്നാറ്, പറമ്പിക്കുളം, അങ്ങനെയുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒക്കെ ഈ പറയുന്ന ജീവികളെ വളർത്തുന്നുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. കാരണം ഇപ്പോൾ ചാമ്പൽ മലയണ്ണാൻ ഏത് വന്യജീവി സങ്കേതത്തിലാണ്, കാരണം അങ്ങനത്തെ ഒരു ആസ്പെക്ട് നമ്മൾ സ്വതേ പഠിക്കുന്ന വന്യജീവി സങ്കേതത്തിൽ ഫേമസ് ആയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അവരിപ്പോൾ ഇങ്ങനത്തെ പറക്കിയിടാൻ ചാൻസ് കൂടുതലാണ്.
പിന്നെ ദേശീയോദ്യാനങ്ങൾ, അത് ആകെ അത്രയേ ഉള്ളൂ. സോ എന്നാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്, ആദ്യത്തെ ഏതാണ്, ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യയുടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യത ഏറെയാണ്. ഓക്കെ, നദികളിൽ ഒബ്വിയസ്ലി ആദ്യത്തെ ഒരു 4 നദികൾ വിത്ത് ലെങ്ത് പഠിക്കുക, ഉത്ഭവസ്ഥാനം, പതനസ്ഥാനം, അതുപോലെ പോഷക നദികൾ ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ അവിടെ ഏറ്റവും വലുതും ചെറുതും തെക്കേറ്റം വടക്കേറ്റം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. ചോദിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണത്. പക്ഷേ ചില സ്പെഷ്യൽ നദികളും അവരെടുത്ത് ചോദിക്കാം. എന്തെങ്കിലും കറണ്ട് അഫയർ ആസ്പെക്റ്റിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുന്നേറ്റങ്ങൾ, അത് നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കുക. നമ്മുടെ ഈ മലബാർ കലാപം അത് തൊട്ട് അങ്ങോട്ടുള്ള പൂക്കോട്ടു കലാപം, അതൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഈ കാരണം കേരളത്തിൽ അതിനോട് ആസ്പെക്റ്റിൽ വന്ന കാര്യങ്ങൾ, ഉപ്പ് സത്യാഗ്രഹം, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായത്. പുന്നപ്ര വയലാർ സമരം, ഇതൊക്കെ കൂടുതലൊന്ന് ശ്രദ്ധിക്കുക. ഒക്കെ ക്രോണോളജിക്കൽ ഓർഡറിൽ എന്ത് ചെയ്യാൻ പറയും, അറേഞ്ച് ചെയ്യാൻ പറയും. പിന്നെ നവോത്ഥാന നായകർ, അവരുടെ ജനനം ശരിക്കും വർഷം വരെ നിങ്ങൾ ആ ഒരു ക്രോണോളജി നോക്കുന്നത് നല്ലതാണ്. എനിക്കറിയാം ഈ ഒരു ടൈമിൽ അത് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരെ ഞാൻ പറയട്ടെ. ഒന്ന് ഒബ്വിയസ്ലി ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി ചട്ടമ്പി സ്വാമി, പണ്ഡിറ്റ് കറുപ്പൻ, വി.ടി. ഭട്ടതിരിപ്പാട്, കുമാരഗുരുദേവൻ, പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും എക്സ്ട്രീം കവർ ചെയ്യണ്ട. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമ്പിൾ വേലിക്കുട്ടി അരയനെ സംബന്ധിച്ച് കുറേ ചോദിച്ചു കൊണ്ടു. പിന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയും അത്യാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ളൊരു നവോത്ഥാന നായകനാണ്. പിന്നെ അയ്യത്താൻ ഗോപാലൻ. ഓക്കെ, കാരണം നമ്മൾ ശ്രുതിയെ പിന്തുടർന്ന് പോകുന്ന കുറച്ച് പേരിൽ നിന്ന് വ്യത്യസ്തമായി അവർ പിടിക്കാം. അതുപോലെ ചാവറയച്ചനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം പ്രധാനപ്പെട്ട നവോത്ഥാന നായകരെ നിങ്ങൾ ഈ ഒരു സമയം നോക്കുക. ഓക്കെ, അവരുടെ സഭകൾ. പിന്നെ ബയോളജിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓരോ രോഗങ്ങളും രോഗകാരികളിലും വായുവിലൂടെയും ജലം, ഫുഡ്, ഓക്കെ, സെക്ഷൽ കോണ്ടാക്ട് അങ്ങനെ വഴി പരക്കുന്ന രോഗങ്ങൾ നിങ്ങൾക്ക് ജനറലി കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, ഫംഗസ് ഇത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അത് സ്പെസിഫിക്കലി നിങ്ങളിത് നോക്കുമ്പോൾ ആനിമൽസിലും എങ്ങനെയാണെന്ന് നോക്കണം. ഓക്കെ, ആനിമൽസിലും ഇതേപോലെ ബാക്ടീരിയ മൂലം, വൈറസ് മൂലം ഉണ്ട്. നമുക്ക് SCERT ടെക്സ്റ്റിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ആന്ത്രാക്സ് ഒക്കെ, അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രിലിംസിന്. അപ്പോൾ അതും സസ്യങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ സസ്യങ്ങളും ഈ പറയുന്ന മറ്റുള്ള ആനിമൽസിലും ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് നോക്കണം. സാധാരണ നമ്മൾ കാണുന്ന ഡിസീസസ് ഒന്ന് ഈ സമയത്ത് റിവൈൻഡ് ചെയ്യാൻ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും മസ്റ്റാണത് നോക്കുക എന്നുള്ളത്. ഒന്ന് റിവൈൻഡ് ചെയ്യുക, എല്ലാത്തിനെയും കെമിക്കൽ നെയിം ഒന്ന് ശ്രദ്ധിക്കുക. ഓരോന്നിൻ്റെയും ഡെഫിഷ്യൻസി എന്തിന് കാരണമാവും, ചിലപ്പോൾ ലക്ഷണം മാത്രം തന്നിട്ട് ഇത് എന്തിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന റിപ്പീറ്റായിട്ട് കാണുന്നത് ഇതൊക്കെയാണ്: ആർദ്രം, സ്നേഹസ്പർശം, താലോലം, ഓക്കെ, അങ്ങനത്തെ കുറച്ചധികം പദ്ധതികളാണ് കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ അശ്വമേധം, ഓക്കെ, സ്പെക്ട്രം. പിന്നെ കുറച്ച് ഇതായിട്ട് ഞാൻ പറയട്ടെ, ഇപ്പോൾ ലഹരിക്കെതിരെ ഓരോ ഇപ്പോൾ നടത്തുന്ന പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാരണം PYQസിൽ കുറേ അങ്ങനത്തെ ടൈപ്പ് കണ്ടു, ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ലഹരി ബോധവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്നുള്ള രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. സാധ്യത കൂടുതലാണ്. പിന്നെ ഈ ഒരു ഇതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഓപ്പറേഷൻ എന്താണ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി കൊണ്ടുവരികയുണ്ടായി. അത് ഏതാണെന്ന് നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻ തൂഫാൻ. അതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. ഇതിൽ ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ സെല്ല്, ടിഷ്യൂ, ഓക്കെ, ഇതിൽ സെല്ലിൽ പ്രോകാരിയോട്ടിക്, യൂകാരിയോട്ടിക് സെല്ലുണ്ട്. എന്താണ് ഇതിൻ്റെ ഡിഫറൻസസ് എന്നൊന്ന് മനസ്സിലാക്കുക. പിന്നെ സെല്ലെന്ന് പറയുന്ന സ്ട്രക്ചറിനെ ആദ്യം കണ്ടുപിടിച്ചത് ആരാണ്, അതിൽ ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞത് ആരാണ്, അത് പ്ലാന്റ് സെല്ല്, അതുപോലെ തന്നെ അനിമൽ സെല്ല് പറഞ്ഞത് ആരാണ്, ഇതൊക്കെ നമ്മുടെ SCERT പാഠഭാഗത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഓരോ സയൻറ്റിസ്റ്റുമാരുടെ ഒരു ഓർഡറിൽ പഠിക്കുക, കാരണം ഇവരുടെ ചോദിക്കും, ഉറപ്പാണ്. മനസ്സിലായോ? പിന്നെ ടിഷ്യൂസ്, ഓരോ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. അതിൽ ഏതൊക്കെ എവിടെയൊക്കെ കാണുന്നു, അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ പ്രത്യേകതകളൊക്കെ കൃത്യമായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ ഓർഗൻസിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ലങ്സും ഹാർട്ടും പിന്നെ ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം കിഡ്നി, ഇത് കൂടുതലും ചാൻസ് ഉള്ളതാണ്. പിന്നെ ഡൈജഷൻ എന്നുള്ളൊരു ഭാഗത്ത് നിന്ന് ഓരോ സ്ഥലത്ത് ഏതൊക്കെ എൻസൈമാണ് ഏതിൻ്റെയൊക്കെ ഡൈജഷനെ സഹായിക്കുക. പിന്നെ ടീത്തിൻ്റെ സ്ട്രക്ചർ, ഇതാണ് കുറച്ചും കൂടെ പ്രാധാന്യമുള്ള ഏരിയാസ് ബയോളജിയുടെ. മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എൻഡോക്രൈൻ ഗ്ലാൻസ്, കാരണം SCERTയിൽ ഒരു ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ഇതാണ്, എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്. അപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ജനറ്റിക് ഡിസോർഡേഴ്സ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ, സാധ്യതയുള്ളതാണ്. ഞാൻ ഏറ്റവും പ്രധാനമുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി ഭാഗങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന അയിരുകളും ധാതുക്കളും, അത് ഓരോന്നിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള അയിര് ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മൂലകങ്ങളും അവയുടെ വർഗ്ഗീകരണവും ഏതെങ്കിലും ഓരോ ശാസ്ത്രജ്ഞന്മാരുടെ വെച്ചിട്ടായിരിക്കും കൂടുതലും ചോദിക്കാൻ ചാൻസ്. പിന്നെ ഹൈഡ്രജൻ, ഓക്സിജന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ചോദിക്കാം, കാരണം ഒരു എക്സാക്ട് ചാപ്റ്റർ തന്നെ നമുക്കുണ്ട് കെമിസ്ട്രിയിൽ SCERT, അതിൽ നിന്നേ ചോദിക്കുള്ളൂ, അതിൽ കൂടുതലൊന്നും ചോദിക്കില്ല. പിന്നെ ആറ്റത്തിന്റെ സ്ട്രക്ചർ, ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന് പറയുന്നത് പോളിമേഴ്സിന്റെ കാര്യം, പ്ലാസ്റ്റിക് റിലേറ്റഡ്, റബ്ബർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സാധ്യത കൂടുതൽ. പിന്നെ ഫിസിക്സിൽ കുറച്ച് സാധ്യത ഞാൻ കാണുന്നത് ഈ ചലനവും ബലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഊർജ്ജവും പരിവർത്തനവും, പ്രവൃത്തിയും ഊർജ്ജവും, ഓക്കെ, സാധ്യത കൂടുതലാണ്.
പിന്നെ മാത്സിന് നിങ്ങൾക്ക് യൂഷ്വലി നിങ്ങൾക്ക് കാരണം ഇത് ആകെ ഇത്രയും ടോപ്പിക്സ് ഉള്ളൂ നമുക്ക് അതിൽ ഈ ഓഡ് വൺ ഔട്ട് പോലത്തെ സംഭവങ്ങൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം ഓഡ് വൺ ഔട്ട് ഒക്കെ കുറെ നേരം ചിന്തിച്ചിരിക്കരുത് കാരണം മിക്കവാറും അതൊക്കെ ഡിവിഷൻ പോകാനാണ് സാധ്യത അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഓക്കെ അല്ലാത്ത പക്ഷം വെറുതെ ഇരിക്കരുത് ബാക്കിയൊക്കെ സമാധാനത്തിൽ ഇക്കഴിഞ്ഞ LGSന്റെ ആ പേപ്പറിൽ ചോദിച്ചൊരു ഫോർമാറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക സാവധാനത്തിൽ ചെയ്യുക ടെൻഷൻ അടിക്കാതെ അതാണ് ഏറ്റവും നന്നായി ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു റിവിഷൻ ടൈമിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കുക കാരണം ഓൾറെഡി നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ നോക്കി കാണുമല്ലോ അപ്പോൾ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി നമ്മളുടെ ഒരു ഇതനുസരിച്ചിട്ട് എനിക്കൊരു തോന്നലാണ് ചോദിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ നാച്ചുറൽ വെജിറ്റേഷൻ കാരണം ഇന്ത്യയുടെ സംബന്ധിച്ച് അതൊരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് സസ്യപ്രകൃതി സ്വാഭാവിക സസ്യപ്രകൃതി എന്ന് പറയുന്നത് അത് കേരളത്തിന്റെ ആസ്പെക്റ്റിലും ഇന്ത്യയുടെ ആസ്പെക്റ്റിലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ അത് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് ഈ ആളുടെ ഇലപൊഴിയും വനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ് അത്തരം കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യത ഞാൻ വളരെ വളരെ കാണുന്നു കാരണം ഒരു ടഫ് എന്നുള്ള രീതിയിലാണെങ്കിൽ അതൊക്കെ ചോദിക്കാം ഓക്കെ പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ മൂവ്മെന്റ്സ് ഏതൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്പോൾ ലേറ്റസ്റ്റ് എന്നല്ല നമ്മൾ സ്വതേ ടെക്സ്റ്റിൽ പറയുന്ന കുറെ മൂവ്മെന്റ്സ് ഉണ്ട് പാരിസ്ഥിതികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അത് കൂടുതലും നോക്കിയാൽ മതി അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ പിക്ക് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ബാക്കിയൊക്കെ അത്യാവശ്യം നോക്കി കഴിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നന്നായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക എക്സാം എഴുതാൻ ശ്രമിക്കാം പിന്നെ ഈ ഒരു ഇതില് മെയിൻസ് ആസ്പെക്റ്റിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ് SCERT ആണ് വേണ്ടത് കാരണം ഓൾമോസ്റ്റ് നമുക്ക് സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത് പിന്നെ ആകെ മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷനിലാണ് വ്യത്യാസം സോ നിങ്ങൾക്ക് കംപ്ലീറ്റ് SCERT ക്ലാസ് വിത്ത് ടെസ്റ്റ് സീരീസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ again പറയുന്നു എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡ് ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം നിങ്ങൾക്കിത് VFAക്ക് ഉപകാരപ്പെടും മെയിൻസ് വരെയാണ് ഇതിന്റെ വാലിഡിറ്റി അപ്പോൾ എന്തായാലും മെയിൻസ് ഇപ്പോൾ അല്ലല്ലോ അപ്പോൾ അതുവരെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ അടുത്ത വീഡിയോയിലൂടെ വരാം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്